C+ൽ നിന്ന് A+ലേക്ക് എങ്ങനെ വരാമെന്ന് ഞാൻ ഈ കുഞ്ഞു വീഡിയോയിൽ പറഞ്ഞുതരാം. ആൻഡ് എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ചാനലിൽ എല്ലാ ക്ലാസ്സും ഉണ്ട്, നിങ്ങൾക്ക് വേണേൽ ബുക്കുകളും ഉണ്ട്, സ്കൂളും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എക്സാമിൻ്റെ സമയത്ത് എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് എന്ത് പഠിച്ച് ഏത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് മാർക്ക് കിട്ടാമെന്ന് എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഒന്നും പഠിക്കാത്ത ഒരാളാണെങ്കിലും ഫുള്ള് പഠിച്ച ഒരാളാണെങ്കിലും റിവൈസ് ചെയ്യേണ്ട ആളാണെങ്കിലും എല്ലാവർക്കും ഈ വീഡിയോ ഞാൻ ഗ്യാരണ്ടിയാണ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇത് മാത്സിന് വേണ്ടി മാത്രമല്ല, ഫിസിക്സിന് വേണ്ടി മാത്രമല്ല, ഏതൊരു സബ്ജക്റ്റും നിങ്ങൾ പഠിക്കണമെങ്കിൽ എങ്ങനെ ടൈം പ്രോപ്പറായി യൂസ് ചെയ്ത് പഠിക്കാൻ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് ഒക്കെ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് ഒരു നോട്ട്ബുക്ക് ഒക്കെ ഉണ്ട്, ഞാൻ ഇവിടെ എഴുതി വെച്ച ഈ നോട്ട്ബുക്ക്, ഞാൻ ഫ്രഷ് നോട്ട്ബുക്ക് എടുത്തു, ഞാൻ നോട്ട്ബുക്ക് എടുത്ത് പുതിയ പേജ് എടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്തു. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടാവും. നിങ്ങളുടെ ഒന്നെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വേണം, നിങ്ങളുടെ SCRT ടെക്സ്റ്റ് ബുക്ക്, അതിൻ്റെ PDF ആണെങ്കിലും മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്താ, നിങ്ങൾക്ക് കുറേ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഉള്ള നോട്ട്ബുക്ക് ആണെങ്കിലും മതി. ഞാനിവിടെ എക്സാമിനറിൻ്റെ ബുക്ക് ഉപയോഗിക്കുന്നത് കാരണം എന്താണ്, നിങ്ങൾക്കറിയാം ഇപ്പോൾ ഏത് ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്കിലെല്ലാം ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ അങ്ങോട്ടും കുറേ ഉണ്ടല്ലോ ക്വസ്റ്റ്യൻസ്, കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എൻ്റെ അമ്മേ, അത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ഈ സിലബസിൽ വന്ന എല്ലാ ടൈപ്പും ഉണ്ട്. അതുപോലാതെ എക്സാമിന് വരാൻ സാധ്യതയുള്ള വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതാണ് ഒരു ചാപ്റ്റർ. ആവശ്യമുള്ള തിയറി ഉണ്ട് കേട്ടോ. ഇത്രയും തിയറി കൂടെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൽ. ഇത് SSLC-കാർക്കും 9ാം ക്ലാസ്സിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എൻ്റെ മുമ്പിൽ ഒരു ഡിവൈസ് ഉണ്ട്. ഞാനിപ്പോൾ ലാപ്ടോപ്പിലാണ് ക്ലാസ് കാണുന്നത്. ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ എന്താ SSLC ചാനൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ 9ാം ക്ലാസ് ആണ്, 9ാം ക്ലാസ് ചാനൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ എന്നെ പോലെ തന്നെ ഒരു ബുക്കും എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്നാക്സ് ഒക്കെ ഒന്ന് അടുത്ത് വെക്കുക. ഓക്കെ, അടുത്ത് വെച്ച് സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുക. കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് വെക്കുക, ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്ത് വെക്കുക. പിന്നെ എന്താണ്, കളിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും എടുത്ത് വെക്കണം. ഫോണൊക്കെ അങ്ങ് എടുത്ത് പൂട്ടി വെക്കുക കുറച്ച് നേരത്തേക്ക്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് കാണിച്ചു തരാം. ആൻഡ് നിങ്ങളും ആ സെയിം രീതിയിൽ പഠിച്ചാൽ സംഭവം സെറ്റ് ആവും. ഓക്കെ, ആൻഡ് ഇത്രയും നേരം കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായി, കാണുമ്പോൾ നല്ല രസം തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ എക്സാമിൻ്റെ ചാനൽ വരും. നിങ്ങൾ SSLC സ്റ്റുഡൻ്റ് ആണ്, SSLC 9th ആണ് 9th, 8th ആണ് 8th ചാനലിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഉണ്ടാവും ഇപ്പോൾ യൂട്യൂബിന് ഇൻ്റർഫേസ് ഒക്കെ മാറി. ഓക്കെ, യൂട്യൂബിന് ഇൻ്റർഫേസ് മാറിയതോടെ നിങ്ങൾക്കറിയാം ഇവിടെ വീഡിയോസിലേക്ക് വന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ ക്ലാസ്സും കാണുമല്ലോ. അയ്യോ, എവിടെ പോയി മാത്സിൻ്റെ ക്ലാസ് ഒക്കെ കുറവാണല്ലോ. അപ്പോൾ എവിടെ വരിക, ലൈവ്. ഇവിടെ ലൈവിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് എല്ലാം ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്രിസ്മസ് എക്സാമിനായിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനൽ എക്സാമിനായിരിക്കും. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ എക്സാമിനർ പോലെ അടിപൊളി ചാനലൊക്കെ ഉണ്ട് എങ്ങനെയാണ് പഠിക്കാതെ കാണിച്ചാൽ. അത് മാത്സിൻ്റെ എക്സാം വരെയും. അപ്പം ആദ്യം ഏത് ചാപ്റ്റർ തീരുമാനിക്കാൻ നോക്കാം. ഓക്കെ, അപ്പം ഓണ പരീക്ഷയ്ക്ക് ഞാൻ അരിത്തമെറ്റിക്, സീക്വൻസ്, സർക്കിൾസ്, മാത്തമാറ്റിക്സ്, സെക്കൻഡ് ഡിഗ്രി 4 ചാപ്റ്റർക്ക് അടിപൊളിയായിട്ട് പഠിച്ചു. 5th ചാപ്റ്റർ എനിക്ക് അത്ര ഓർമ്മയില്ല. അത് സെക്കൻഡ് ടേമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 20-24 മാർക്ക് വരുന്ന ഈ എക്സാമിനറിൽ അൽസർ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ തീരുമാനിച്ചു ഈ ചാപ്റ്റർ ഞാൻ പഠിക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ ഞാൻ ട്രിഗ്നോമെട്രി ചെയ്ത പേജ് ഞാൻ എല്ലായിടത്തും ട്രിഗ്നോമെട്രി എടുത്തു വെക്കുന്നു. നിങ്ങളുടെ നോട്ട്ബുക്കാണ്, നോട്ട്ബുക്കിൽ ട്രിഗ്നോമെട്രി എടുത്തൊക്കെ 93 പേജ് എടുക്കുന്നു. ഓക്കെ, അതെടുത്ത് വെക്കുന്നു. നിങ്ങൾക്ക് ഈ മലയാളം മീഡിയം ബുക്ക് വേണമെങ്കിൽ അതും ഉണ്ട് കേട്ടോ. അപ്പോൾ മലയാളം മീഡിയംകാർക്ക് അത് ഉപയോഗിക്കാം. ആൻഡ് ഞാൻ ബുക്ക് എടുത്ത് വെച്ചു. എൻ്റെ നോട്ട്ബുക്കിൽ ഫ്രഷ് പേജാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ലൈവ് ക്ലാസ്സിലേക്ക് വരുന്നു. ഓക്കെ, ലൈവ് ക്ലാസ്സിൽ നമ്മുടെ മാത്സിൽ നിങ്ങൾക്ക് എന്താണ്, ട്രിഗ്നോമെട്രിന്ന് നോക്കുന്നു. ഓക്കെ, കുറേ ക്ലാസ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വന്നിട്ട് ട്രിഗ്നോമെട്രി ആയിരുന്നു സർ, ഫുൾ ചാപ്റ്റർ റിവിഷൻ. ഓ അടിപൊളി, 3 ദിവസം എടുത്തോളൂ. ഓക്കെ, 3 ദിവസം മുമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ക്ലാസ്സിലേക്ക് വരുന്നു. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നിങ്ങൾ ചിലപ്പോൾ കുറച്ച് പഠിച്ച ആൾക്കാരായിരിക്കും. നിങ്ങൾക്കറിയാം കുറേ തിയറി ഒന്നും പഠിക്കാനില്ല അല്ലേ. ഇപ്പൊ നോക്കിയേ, sin x, cos x, tan x, പിന്നെ 2 ടൈപ്പ് ട്രയാങ്കിളിനെ പറ്റി പറയുന്നത് 1:1 1:2 ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്ക ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചും കൂടി തിയറിയൊക്കെ വേണ്ടിയുള്ളതാ, അത് അടുത്ത റേഷ്യോസിലും ഇത് മൊത്തം ഉണ്ടല്ലോ, മൊത്തം സംഭവം ഉണ്ട്. ഓക്കെ, ഇത്ര ഉള്ളു പഠിക്കാൻ. അപ്പൊ അതൊക്കെ ഞാൻ തിയറി പറയുന്നു. നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ആളാണെങ്കിൽ നിങ്ങൾ ആദ്യം മുതലേ കാണാം. ഓക്കെ, ഞാനൊന്നും മ്യൂട്ട് ചെയ്യട്ടെ. ഓക്കെ, അത് സാർ ഭയങ്കര പവറിലാണെങ്കിലും പക്ഷേ ഞാൻ കുറച്ച് നേരം മ്യൂട്ട് ചെയ്യുമ്പോൾ ഇനി നിങ്ങൾ നോക്കുമ്പോൾ ആദ്യം പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നോക്കാം. ആദ്യം തന്നെ തിയറിയൊക്കെ വരും. ഞാൻ കുറച്ച് സ്കിപ്പ് അടിക്കട്ടെ. ഓക്കെ, ട്രിഗണോമെട്രിന്റെ മീനിങ് പറയുന്നു. 2 റേഷ്യോ ഉണ്ട്, ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഈ ടോപ്പിക്സ് ഒക്കെ എനിക്ക് കുറച്ചെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യും. ഒട്ടും ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ ആദ്യം മുതൽ കാണും. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടും. ഞാൻ പൊതുവേ യൂട്യൂബിൽ ക്ലാസ് ഒക്കെ കാണുമ്പോൾ എന്ത് ചെയ്യും, സ്പീഡ് കുറച്ചു, പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടും. ഇവിടെ സെറ്റിംഗ്സ് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, പ്ലേ ബാക്ക് സ്പീഡ് ഒന്ന് കുറച്ച് കൂട്ടും. അറിയുന്ന ടോപ്പിക്കാണ് ഞാൻ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. അറിയില്ലെങ്കിൽ ഞാൻ സ്ലോ ഡൗൺ ഇട്ടൊന്നുകൂടി കാണും. ഓക്കെ, മലയാളം മീഡിയംകാർക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, ഈ ഫസ്റ്റ് ട്രയാങ്കിളിനെ പറ്റി എനിക്ക് അത്യാവശ്യം ധാരണയുണ്ട്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ, ഓക്കെ ആൻസർ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ തുടങ്ങുന്നത്.
റേഷ്യോ മനസ്സിലായി. ഓക്കെ, ക്വസ്റ്റ്യൻ വരുന്നു, ആ സൈഡ് കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ പോസ് ചെയ്തു. ഞാൻ ലൈവ് ആണെങ്കിലും റെക്കോർഡർ ആണെങ്കിലും ഞാൻ പോസ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഈ സെയിം ക്വസ്റ്റ്യൻ വരയ്ക്കുന്നു. ഓക്കെ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഇവിടെ 45 ഡിഗ്രി തന്നു, ഇവിടെ 90 ഡിഗ്രി തന്നു, ഒരു സൈഡ് 5 സെന്റിമീറ്റർ, മറ്റേ സൈഡ് കണ്ടുപിടിക്കണം. എനിക്കറിയാം ഇത് 1:1:√2 ആണ്, മറ്റേ സൈഡ് 45 ഡിഗ്രി ആണെന്നറിയാം. ഓക്കെ, ഞാൻ എൻ്റെ റഫ് ഡയഗ്രാം വരച്ചു. ഇതാണ് എൻ്റെ റഫ് ഡയഗ്രാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ സൈഡാണ്. ഓക്കെ, സാർ അവിടെ നിൽക്കട്ടെ, നമ്മൾ സാറിനെ പോസിറ്റീവ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കും. അപ്പോൾ എനിക്കറിയാം 45 ഓപ്പോസിറ്റ് 5 ആണ്, അവിടെ 1 വന്നു. അപ്പോൾ 5 ഈ 45 ഓപ്പോസിറ്റും സെയിം നമ്പർ വരും, 5 വരും, ഇവിടെയും 5 വന്നു. ഇനി നമുക്കറിയാം ഈ 1ഉം 1ഉം എങ്ങനെയാണ് √2 ആയത്, *√2 അല്ലേ. 1 എങ്ങനെ √2 മൾട്ടിപ്ലൈ ബൈ √2, അതുപോലെ 5 *√2. അപ്പോൾ എന്താണ് 5√2 വരും. ഓക്കെ, 5√2 വരും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യും, ഇത് ആൻസർ കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. ഓ, ആൻസർ വേറെ മെത്തേഡ് എക്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നോക്കാലോ, കാര്യമുണ്ടോ നോക്കാം. നമുക്ക് ഇവിടെ 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ എക്സ് എന്ന് പറയുമ്പോൾ 5 ആണെന്ന് മനസ്സിലാക്കാം. എക്സ് 5 ആണെന്ന് മനസ്സിലാക്കാം. നമ്മുടെ രണ്ട് സൈഡും 5 ആണെന്ന് മനസ്സിലാക്കാം. ഇത് കൊടുത്തു. അപ്പം 5√2. ഓ, എന്റെ ആൻസർ ശരിയാണ്, എന്റെ ആൻസർ ശരിയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ എഴുതിയാൽ ഇപ്പൊ എക്സാമിന് മാർക്ക് കിട്ടൂല. ആൻസർ എവിടെ എഴുതിയ ആൻസർ നോക്കിയേ. √2 സെന്റിമീറ്റർ എഴുതിയില്ല. അപ്പൊ നമ്മൾ എഴുതിയ 5√2 ശരിയാണ്. പക്ഷെ എന്താണ് 5√2 സെന്റിമീറ്റർ വേണം. സെന്റിമീറ്ററിലെ മാർക്കില്ല. അപ്പൊ നമ്മൾ എന്താണ് അവിടെ സെന്റിമീറ്റർ എഴുതാൻ പഠിച്ചു. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും, സ്വന്തം ചെയ്താൽ മനസ്സിലാവും നിങ്ങൾ എന്താണ് കുറഞ്ഞു പോയത്, അല്ലെങ്കിൽ എന്താണ് തെറ്റിപ്പോയതെന്ന്. അല്ലാണ്ട് നിങ്ങളെന്താ അലക്സ് സാറിന്റെ ക്ലാസ് മൊത്തം കണ്ടുകൊണ്ടിരിക്കാം, ഓ കുഴപ്പമില്ല സാർ ചെയ്ത കറക്റ്റ് ആണെന്ന് നോക്കിയിരുന്ന അത് കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യണം, സ്വന്തം ട്രൈ ചെയ്യുക, എന്നിട്ട് ചെക്ക് ചെയ്യുക ആൻസർ വെച്ചിട്ട്. ഇനി എന്താ പറയുന്നത് നോക്കാം. √2 വാല്യൂ എനിക്കറിയാം. √2 വാല്യൂ 1.7 ആവും. സംശയം, ഇത് എഴുതുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് ഇതാ ആൻസർ പറയും. ഓ 1.414 അല്ലേ, 1.414. അപ്പൊ നമ്മൾ അതോടെ പഠിച്ചു, ഇനി ഒരിക്കലും തെറ്റില്ല. അപ്പൊ √3 പറയുന്നുണ്ട് 1.732. ആ കറക്റ്റ് ആൻസർ പറയുന്നത് കറക്റ്റാ. അങ്ങനെ ഇനി കുറേ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എപ്പോഴും സിമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്ത് കുറച്ചുകൂടി കഴിയുമ്പോൾ എന്താണ് ടഫ് ക്വസ്റ്റ്യൻസിലേക്ക് ഒക്കെ വരും. ഓക്കെ, എന്നിട്ട് എല്ലാ ടോപ്പിക്കും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക് നിങ്ങൾ പോസ് ചെയ്തിട്ട് കാണുക, ആ തിയറി ഒക്കെ കേൾക്കുക, സ്ലോ ഡൗൺ ചെയ്യുക, വീണ്ടും കാണാം. ഇനി നമുക്ക് എന്താണ് കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് കേൾക്കാം. ആൻസർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാം, നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, റൈറ്റ് tan x. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ട്രയാങ്കിളിൽ Q എന്ന് പറഞ്ഞ ആംഗിൾ ഇത്, X എന്ന് പറഞ്ഞ ആംഗിൾ ഇത്, നിങ്ങളത് ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നു ബ്ലാ 90 ചെയ്യുന്നു, tan x ചെയ്യുന്നു, tan x ഡിഗ്രി ചെയ്യുന്നു. tan x എന്ന് പറയുമ്പോൾ എനിക്കറിയാം എക്സിന്റെ ഓപ്പോസിറ്റ് എതിർവശം ഡിവൈഡഡ് ബൈ അടുത്തുള്ള ആൾ A/B. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നു, ഞാൻ എന്താണ് പ്ലേ ചെയ്തിട്ട് ഓക്കെ A/B കറക്റ്റ് ആണ്. ആ സന്തോഷം, ക്ലാപ്പ് അടിക്കാം. നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ നിങ്ങളത് പ്രോത്സാഹിപ്പിക്കും. നിങ്ങൾ എന്താണ് കറക്റ്റ് ആണ് ചെയ്ത് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ചെയ്യുക. തെറ്റായ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, എന്താ ചെയ്ത് ഒന്ന് ബാക്ക് അടിച്ച് കാണുക. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്താണ് ഒന്നും പ്രശ്നമാവേണ്ടതല്ല. ഓക്കെ, അപ്പൊ എല്ലാം പ്രോബ്ലംസ് ഒക്കെ പറയുന്നുണ്ട്. ലൈവ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഡൗട്ട് ആയിട്ട് ലൈവ് ഒക്കെ ചോദിക്കാം, എല്ലാം ചെയ്യാം. അപ്പൊ നിങ്ങൾ ഏകദേശം 1.5 മണിക്കൂർ ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. ഓക്കെ, 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം കഴിഞ്ഞോ. മൊത്തം ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മൊത്തം കാര്യങ്ങൾ ഇവിടുന്ന് മനസ്സിലായി. ഓക്കെ, മൊത്തം ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മൊത്തം കാര്യങ്ങൾ മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം? ഞാൻ മൊത്തം ചെയ്തു. ഇനി റെസ്റ്റ് എടുക്കാം. ഓക്കെ, ഇനി ആ പെന്നൊക്കെ അവിടെ വെച്ച് റെസ്റ്റ് എടുക്കുക. നിങ്ങൾ രാത്രിയായിരിക്കും ക്ലാസ് കാണുന്നത്. നിങ്ങൾക്കറിയാം 7:30. ഓക്കെ, ഇപ്പം നിങ്ങൾക്കറിയാം എല്ലാ ദിവസവും 7:30 നിങ്ങൾക്കറിയാം. ഇപ്പം ടാൻജൻസ് ആയിക്കോട്ടെ, മാത്സിന്റെ കോർഡിനേറ്റ്സ് ആയിക്കോട്ടെ, ട്രിഗ്നോമെട്രി ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, എല്ലാ ദിവസവും 7:30 ക്ലാസ് ഉണ്ട്. അപ്പോൾ 7:30 നിങ്ങൾ ക്ലാസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റെസ്റ്റ് ഒക്കെ എടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങളുടെ നോട്ട്സ് ഒക്കെ വരും. നിങ്ങളൊരു ലക്ഷ്യ ബാച്ച് സ്റ്റുഡൻറ്റ്, ആൽഫ ബാച്ച് സ്റ്റുഡൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആപ്പിലെ കുറച്ചുകൂടി ക്ലാസ് ഉണ്ടാകണം. അതൊക്കെ ചെയ്ത് റിലാക്സ് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്ന ബുക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ഉള്ള സാധനം എടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആൻസറിന് ഹെൽപ്പ് വേണ്ട, നിങ്ങൾക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കറിയാം, നല്ല ക്വസ്റ്റ്യൻസ് ആണെങ്കിലും പൊതുവേ എക്സാം ഈ ടൈപ്പ് വരില്ല. അപ്പോൾ അതാണ് ഇങ്ങനത്തെ എക്സ്ട്രാ ബുക്ക് ഉള്ളതിന്റെ ഗുണം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ നോട്ട് ചെയ്യുന്നതിന്റെ ഗുണം എന്താണ്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എക്സാം. അപ്പോൾ ഞാൻ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യും. മിക്ക ടൈപ്പ് പ്രീവിയസ് ഇയർ, നിങ്ങളൊരു ലക്ഷ്യ ബാച്ച്, ശക്തി ബാച്ച് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ആൽഫ ബാച്ച് സ്റ്റുഡന്റ് ആണെങ്കിൽ പ്രീവിയസ് ഇയർ എന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ പ്രീവിയസ് ഇയർ വേറെ തന്നെ ഉണ്ട്, അതിനെക്കാട്ടും കൂടുതലുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനെക്കാട്ടും ഇവിടെ കുറച്ചുകൂടി ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഉണ്ടോ, റൈറ്റ് ദ വാല്യൂ ഓഫ് tan x = 30. tan x 30 ആകുമ്പോൾ എത്ര, x 30 ആകുമ്പോൾ എനിക്കറിയാം 1/√3. കറക്റ്റ് ആണോ? കറക്റ്റ്. അടിപൊളി, പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓരോ ക്വസ്റ്റ്യനും ഇരുന്ന് ചെയ്യാം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ, 24 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 എന്താണ്
എക്സാം ഓറിയന്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞു. ഇതെങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുക? നിങ്ങൾ മടുക്കും, പഠിച്ച് മടുക്കും, ഞാനും മടുക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ സംഭവം ഇറക്കിയിട്ടുണ്ട്, എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്രാഫൊക്കെ വരച്ചുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ഗ്രാഫാണ്, നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നല്ല കോർഡിനേറ്റ്സ് ഒന്നും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് ടൈം. ഓക്കെ, ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ടൈം ഇങ്ങനെ ഫ്യൂച്ചറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് കോൺസെൻട്രേഷൻ. ഓക്കെ, കോൺസെൻട്രേഷൻ എന്തിനാണ്? നിങ്ങളുടെ കോൺസെൻട്രേഷൻ, അല്ലാണ്ട് ഈ ഉപ്പിലെ മാങ്ങേൻ്റെ കോൺസെൻട്രേഷൻ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, കോൺസെൻട്രേഷൻ. നിങ്ങളിപ്പോൾ തീരുമാനിക്കുകയാണ് ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുത്ത് കഴിയുമ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ തുടങ്ങാൻ പോകുക. അത്യാവശ്യം ഹൈ ലെവൽ കോൺസെൻട്രേഷൻ ഉണ്ടാവും. നിങ്ങൾ കുറച്ച് ടയർഡ് ആയിരിക്കും ക്ലാസ് സ്കൂളിൽ കഴിഞ്ഞിട്ട്. നിങ്ങൾ പഠിച്ച് നിങ്ങൾ മടുക്കും. ടൈം പോകുന്നവരും മടുക്കും. കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞ് ബേസിക്കലി നിങ്ങൾ എന്താണ് വേസ്റ്റ് ആവും. ഇനി പഠിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിർത്തും. അപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോഴേ മടുക്കും. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും പറ്റിയിട്ടുണ്ടാവില്ല. അതോടെ എന്താണ്? ട്രിഗ്നോമെട്രിൻ്റെ ഫ്ലോ പോയി. ഇനി അടുത്ത ദിവസമായിരിക്കും പഠിക്കാൻ പറ്റുക. അപ്പോഴും എന്താണ്? അയ്യോ, ഇന്നലെ പഠിച്ച് മടുത്ത്, ഇന്നെങ്കിലും റെസ്റ്റ് എടുക്കാമെന്നൊക്കെ വിചാരിക്കും. അതിന് പകരം ഞാൻ സിമ്പിൾ മെത്തേഡ് കാണിച്ചുതരാം. ഞാൻ എന്ത് ചെയ്യുന്നു? സെയിം ടൈപ്പ് ഗ്രാഫ്, ഇവിടെ കോൺസെൻട്രേഷൻ, ഇവിടെ ടൈം. ഓക്കെ, ടൈം. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ എനർജിയിൽ ഞാൻ തുടങ്ങുന്നു. ഓക്കെ, ഈ എനർജിയിൽ ഞാൻ തുടങ്ങും. ഓക്കെ, ഞാൻ ഒരു 30 മിനിറ്റ് പഠിച്ചു. എൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരും ടൈം പോകുന്നു. ഞാൻ 30 മിനിറ്റ് പഠിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കും. 5 മിനിറ്റ് 10 മിനിറ്റ് ബ്രേക്ക് എടുക്കും. ഈ കുഞ്ഞ് സമയം ഞാൻ പഠിക്കുന്നില്ല. ഞാൻ എന്താ യൂട്യൂബിൽ കുറച്ച് ഉപ്പും മുളകും നോക്കുന്നു, അല്ലെങ്കിൽ എന്താണ് കുറച്ച് രസകരമായിട്ട് എന്താ ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കാൻ പോകുന്നു, കുറച്ച് നേരം ബ്രേക്ക് എടുക്കുന്നു. ഞാൻ റിവാർഡ്, ഞാൻ പഠിച്ചതിൻ്റെ റിവാർഡാണ് 5 മിനിറ്റ് ബ്രേക്ക്. 30 മിനിറ്റ് പഠിച്ചു, 5-10 മിനിറ്റ് ബ്രേക്ക്. ഇനി എന്ത് ചെയ്യുന്നു? ഞാൻ ഈ കോൺസെൻട്രേഷൻ തുടങ്ങുമ്പോൾ ഇവിടെ തന്നെ ഇനി കുറേയല്ല ചെയ്യാം. ഓക്കെ, ഇനി എൻ്റെ എനർജി അപ്പായി. സ്റ്റാർട്ടിങ്ങിൽ അത്രയാവില്ല, കുറച്ച് അപ്പാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ തുടങ്ങിയിട്ട് എന്താ കുറച്ചുകൂടി പിടിക്കുന്നു. എൻ്റെ എനർജി പോയി, പോയി. ഞാൻ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് എടുക്കുന്നു 5 മിനിറ്റ്. പിന്നെ എൻ്റെ എനർജി പോകുന്നു. ഇങ്ങനെ ആയി വരുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി ഹയർ കോൺസെൻട്രേഷൻ, നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താ 30 4 മണിക്കൂർ 4 പ്രാവശ്യം ചെയ്യുമ്പോൾ 2 മണിക്കൂർ. ഇവിടെ നിങ്ങൾ 2-3 മണിക്കൂർ കഷ്ടപ്പെട്ട് പഠിച്ചു, ഇവിടെ നിങ്ങൾ 2 മണിക്കൂർ ബ്രേക്ക് ഇട്ട് പഠിച്ചു. പക്ഷേ 30 മിനിറ്റിൻ്റെ കുറച്ചാകുമ്പോൾ നമുക്ക് എന്താ കുറേ ടൈമായിട്ട് തോന്നില്ല. അപ്പോൾ എന്താ ഗുണം? നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല കോൺസെൻട്രേഷനിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അങ്ങ് മാറ്റും. നിങ്ങളൊരു C+ സ്റ്റുഡൻ്റ് ആണെങ്കിലും എന്ത് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞാൻ മൊത്തം 2 മണിക്കൂറിൽ കഷ്ടപ്പെട്ട് തീർക്കും, നടക്കൂല. അതിലല്ല കാര്യം. നിങ്ങൾ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. ക്ലാസ് ഉണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്, എല്ലാം ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യുക. ഇനി ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞോ? ഇല്ല, നിങ്ങൾക്ക് ഇനി എത്രയോ ചാപ്റ്റർ പഠിക്കാനുണ്ട്. നിങ്ങൾ തിരിച്ച് ചാനലിലേക്ക് വരാം. ചാനൽസിൽ നിങ്ങൾ വീഡിയോസിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഓരോ വെയിറ്റേജ് ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അലക്സ് സാർ പറയുന്നുണ്ട് ക്രിസ്മസിന് വരുന്ന വെയിറ്റേജ് എല്ലാ ചാപ്റ്ററിൻ്റെയും. അപ്പോൾ ഇതൊക്കെ കാണും, ഇത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ട്രിഗ്നോമെട്രിയിൽ 2 ദിവസം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നിങ്ങളിതാ അലക്സ് സാർ പറയുന്നുണ്ട്, നമുക്കിതിൽ നോക്കാം. എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഫസ്റ്റ് 2 ടേമിൽ 33 മാർക്ക് 8 മാർക്ക്. ഞാനാണെങ്കിൽ സെക്കൻഡ് ടേമിന് ഇലക്ട്രിക് കറണ്ട് വളരെ ടൈം കുറയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? താഴെ വരുന്ന റിഫ്രാക്ഷനും റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൽ ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ മാത്സിലൊക്കെ ആണെങ്കിലോ മാത്സിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിഗ്നോമെട്രിയിൽ 24 മാർക്ക് വരും, കോർഡിനേറ്റ്സിൽ 14, ടാൻജൻസിൽ 24. അതൊക്കെ ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. ഞാൻ ഇപ്പം പോയിട്ട് അരിത്തമെറ്റിക് സീക്വൻസ് ഈ പരീക്ഷയ്ക്ക് പഠിക്കുക, കുറച്ച് നേരം പഠിക്കുള്ളൂ, റിവൈസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഈ ബുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളിവിടെ ഒരു Winner SSLC ചാനലിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അലൻ സാറിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാവും, നിങ്ങളിവിടെ വരിക, ചാനലിലുള്ള അരിത്തമെറ്റിക് നടിക്കുക. അപ്പോൾ ഫുൾ ട്രിക്സും ക്ലാസ്സും മൊത്തം വരുന്നുണ്ട്. കുറേ ക്ലാസ് ഞാൻ തന്നെ എടുത്തിട്ടുണ്ടാ, ഒരു 3 ലക്ഷം വ്യൂസ് ഉള്ള ക്ലാസ് ഉണ്ട്. അത് പോയി കാണാം, അതിലെ ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്യുക, സ്കിപ്പ് അടിക്കുക. നിങ്ങൾക്കറിയാം കുറേ കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് വേഗം നോക്കുക. അടിപൊളിയായിട്ട് നിങ്ങൾ അതും സെറ്റാക്കി. ഇനി അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മോട്ടിവേഷൻ സംഭവങ്ങളൊക്കെ ഈ ചാനലിലുണ്ട്. നിങ്ങൾ ഈ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും ഇവിടെ വരുന്ന ലൈവ് 7:30 അങ്ങ് വരിക. ഇനി നോക്കിക്കോ, അലക്സ് സാർ പറയുന്നുണ്ട് 25 ദിവസത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് A+ എത്താൻ പറ്റും, 0 A+. എത്ര ടൈം എത്ര ചാപ്റ്റർ പഠിച്ച് എങ്ങനെ ചെയ്യാന്ന് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ കിട്ടും. അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനി ഇങ്ങനെ പഠിച്ചാൽ ഞാൻ ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് A+ ഗ്യാരണ്ടീഡ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് ഫുൾ മാർക്ക് ഉറപ്പാണ്. എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ പോലെ ബ്രേക്ക് ഡൗൺ ഞാൻ ട്യൂട്ടോറിയലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഇങ്ങനെ ചെയ്താൽ ഉറപ്പാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ ഇങ്ങനെ മാറ്റിയിരിക്കുന്നു. ഓക്കെ, ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റഡി ടൈം ടേബിൾ എടുക്കുന്നു, ഇങ്ങനത്തെ ഒരു ചാലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു അല്ലേ? പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു, ഇനി എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പഠിപ്പിച്ചു തന്നു. അലൻ സാർ ആണെങ്കിൽ ഇങ്ങനെയാണ് പഠിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് നോക്കുക. ഇന്ന് തന്നെ തീരുമാനിച്ചവരൊക്കെ യെസ് സാർ എന്ന് കമന്റിലിടാം. ആർക്കും മനസ്സിലാവണില്ല എന്താണ് യെസ് സാർ എന്ന്. യെസ് സാർ എന്ന് കമന്റ്സിലിടാം. ആൻഡ് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ദാറ്റ് ഇത്രയും കണ്ടന്റ് ഉള്ള ചാനലൊക്കെ ഉണ്ട്, പക്ഷെ ഇങ്ങനെ യൂസ് ചെയ്യാൻ കറക്റ്റ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത് യൂസ്ഫുൾ ആയിരിക്കില്ല. അത് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ ബുക്ക് വേണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. മലയാളം മീഡിയംകാർക്കും 9ാം ക്ലാസ് 8ാം ക്ലാസ്സിനൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കത് ഗോൾഡ് ട്രഷറാണ് അത്. ആൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, കുറച്ചുകൂടി ക്ലാസ്സസ് വേണമെങ്കിൽ അതും ജോയിൻ ചെയ്യാൻ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ക്രിസ്മസ് എക്സാം ആൻഡ് ഫൈനൽ എക്സാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.